ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് റമദാൻ സമയത്ത് മരുന്നുകളുടെ ഇൻസുലിനുകളുടെ ക്രമീകരണം എങ്ങനെ വേണം എന്നുള്ളതാണ്. നമുക്ക് അറിയാമല്ലോ, ഫാസ്റ്റിംഗ് ആവുന്നതുകൊണ്ട് നമ്മുടെ ഇൻസുലിൻ റിക്വയർമെന്റ്സും അല്ലെങ്കിൽ മരുന്നുകളുടെ റിക്വയർമെന്റ്സും ഒക്കെ റമദാൻ നോമ്പ് സമയത്ത് എസ്പെഷ്യലി രാവിലെ എടുക്കുന്ന ഇൻസുലിനും മരുന്നും ഒക്കെ നമുക്കൊന്ന് കുറച്ച് എടുക്കേണ്ടതാണ്. അത് നിങ്ങൾ തന്നെ കുറയ്ക്കേണ്ട, നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇൻസുലിൻസും സൾഫനൈൽ യൂറിയ മരുന്നുകളും ഒക്കെ അതിൻ്റെ ഡോസ് ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ രാവിലെ കൂടുതൽ ഡോസ് ഇൻസുലിനും വൈകുന്നേരം കുറച്ച് ഡോസ് ഇൻസുലിനുമാണ് സാധാരണ നമ്മൾ എടുക്കാറ്. ഇപ്പോൾ ഈ റമദാൻ സമയത്ത് നമ്മുടെ രാവിലത്തെ ഇടയത്താഴം മിക്ക ആൾക്കാരും വളരെ മിനിമമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഹെവി ഡോസ് മെഡിസിൻസ് രാവിലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നോമ്പ് സമയത്ത് ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ മരുന്നുകളുടെ ആ ഒരു ചേഞ്ച്, രാവിലെ എടുക്കുന്നത് വൈകുന്നേരത്തോട്ടും വൈകുന്നേരം എടുക്കുന്നത് രാവിലത്തോട്ടും അങ്ങനെ നിർബന്ധമല്ല. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ ഗ്ലൈസീമിക് വേരിയബിലിറ്റി, നിങ്ങളുടെ ഷുഗറിന്റെ ബിഹേവിയർ ഒക്കെ നിങ്ങൾ തന്നെ പലതവണയായിട്ട് ഷുഗർ മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ CGM ഉപയോഗിച്ച് മോണിറ്റർ ചെയ്ത് ഡോക്ടറെ ധരിപ്പിച്ചതിന് ശേഷം ആ മരുന്നുകളുടെ ഡോസുകളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും എന്തെങ്കിലും ഒരു സോഴ്സ് ഓഫ് ഷുഗർ നിങ്ങളുടെ കൂടെ കരുതാൻ എപ്പോഴും ഓർമ്മിക്കുക.